എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗെയിമുകൾ ദിവസവും ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനലിൻ്റെ ഭാഗമായിട്ട്. അതിലൊക്കെ പങ്കെടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെയെല്ലാം എത്തിക്കുക ഈ പ്രോഗ്രാമിലേക്ക്. അതായത് ലോണിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഇതിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഒരു മൊത്തം 5 നമ്പർ കാണിക്കും. അതായത് 3 നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ബാക്കി 2 നമ്പർ വോയിസിൽ പറയും. മൊത്തം 5 നമ്പർ നിങ്ങൾ എഴുതി ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്, അതിനുള്ളിൽ അയക്കണം. കാരണം രാത്രി ഒരു 7-8 മണിക്ക് നമുക്ക് ലൈവ് തുടങ്ങണം, അല്ലാതെ ഒരുപാട് ഡിലേ ആക്കാൻ പറ്റത്തില്ല. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലൈവ് അവസാനിപ്പിക്കും വേണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലോണിനെ കുറിച്ച് പറയാം. ലോൺ സഹായം എന്ന് പറയുന്നത് ശരിക്കൊരു ഫിനാൻസായിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഹെൽപ്പ്, നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരു പേഴ്സണലി ആയിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും സഹായിക്കുന്ന പലിശയില്ലാതെ തരുന്ന ഒരു എമൗണ്ടാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിന്ന് 1 രൂപ പോലും നമ്മൾ പലിശ ഈടാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നിന്നും അതുപോലെ ഈ സംഘടനയുടെ ഭാഗത്തു നിന്ന് നടത്തുന്ന പ്രൊഡക്റ്റുകളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഈ സഹായം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പലിശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ അതുകൊണ്ടൊരു ഫിനാൻസ് സ്ഥാപനമാണ്, ഒരു ബാങ്കാണ് എന്ന് കരുതി ആരും ഇങ്ങോട്ട് വരണ്ട. ഇതൊരു ഫിനാൻസായിട്ടോ അല്ലെങ്കിൽ ഒരു ബാങ്കായിട്ടോ ചെയ്യുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് എന്നേക്കാൾ കഴിയുന്ന ഒരു എമൗണ്ട് കടമായി തരുന്നു, നിങ്ങളത് എനിക്ക് ആഴ്ചയിലും മാസത്തിലും തന്ന എമൗണ്ട് അതേപടി തിരിച്ചു തരുന്നു. ഇതാണ് ശരിക്കും സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നതിൻ്റെയും അതേപോലെ സിംഗിളായി കൊടുക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരാം. ഈ ഗ്രൂപ്പായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത ആളടുത്ത് അവരെ സഹായിച്ച് എങ്ങനെ അടച്ചു തീർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പ് ലോൺ കൊടുക്കുന്നത്. പേഴ്സണലി ചെയ്യുമ്പോഴും നമുക്ക് അവരെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത്, രണ്ടിനും എഗ്രിമെൻ്റ് ഉണ്ട്. പക്ഷേ എന്നാലും പേഴ്സണലി ആകുമ്പോൾ കുറച്ചും കൂടി വലിയ എമൗണ്ട് എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേഴ്സണലി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് ലോണും പേഴ്സണൽ ലോണും തമ്മിലെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമ്മൾ ലോൺ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു പലിശരഹിത വായ്പ പദ്ധതിയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഈ സംഘടനയിൽ നിന്നും കിട്ടുന്ന ഒരുപാട് സഹായങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ 2 നമ്പർ കണ്ടു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്ന നമ്പർ ഓർത്ത് വെച്ചോളണം. 95 നമ്പർ 95. ഓക്കെ, മറക്കണ്ട. അപ്പോൾ സ്ക്രീനിൽ 2 നമ്പർ കണ്ടു, എൻ്റെ വോയിസിൽ വന്ന നമ്പർ 95. അപ്പോൾ ഇനിയിപ്പോൾ നിലവിൽ 3 നമ്പർ പറഞ്ഞു, ഇനി 2 നമ്പർ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനിക്കുന്നത് കൂടി കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഞാനിനി പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ ലോണിൻ്റെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. അപ്പോൾ പേഴ്സണൽ ലോൺ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നത്. പേഴ്സണൽ ലോണൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ സംഘടന മെമ്പർഷിപ്പ് എഗ്രിമെൻ്റ് എടുക്കുക. അപ്പോൾ ഓരോ എമൗണ്ടുകൾക്കും നമ്മൾ ഓരോ എമൗണ്ടുകളാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 30,000 എടുക്കുന്ന വ്യക്തിക്ക് നമുക്കൊരു 1,500 രൂപ സംഘടന മെമ്പർഷിപ്പിന് എടുത്താൽ മതി. അതുപോലെ നിങ്ങളൊരു 50,000 എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 3,000 രൂപേൻ്റെ സംഘടന മെമ്പർഷിപ്പ് എടുത്താൽ മതി. അല്ല, നിങ്ങളൊരു 1,00,000 രൂപ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപേൻ്റെ സംഘടന മെമ്പർഷിപ്പ് എടുത്താൽ മതി. നിങ്ങൾ ഇനി ഒരു 5,00,000 രൂപ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 50,000ത്തിൻ്റെ സംഘടന മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ഇത്രയും എമൗണ്ട് വരെയാണ് നമ്മൾ സഹായിക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ വലിയ എമൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ വേണ്ടി വരും. അതിലെ ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. സിവിൽ സ്കോർ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ നിങ്ങളെ സഹായിക്കുന്നൊരു പദ്ധതിയാണ്. സിവിൽ സ്കോർ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നതല്ല, നിങ്ങൾ കറക്റ്റ് അടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ ഈ മുൻകൂട്ടി വാങ്ങുന്ന എമൗണ്ട് കൊണ്ട് ഗുണം എന്താ പറഞ്ഞാൽ അത് നമ്മൾ ബിസിനസ്സിന് ഉപയോഗിക്കും. അതിൽ നിന്നൊരു ലാഭം ഞങ്ങളിവിടെ മാറ്റി വെക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ലാഭം എടുത്തിട്ട് ഞാൻ എൻ്റെ ഫണ്ട് തിരിച്ചു പിടിക്കും. നിങ്ങൾ ഈ തന്ന എമൗണ്ട് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിലേക്ക് അത് മാറ്റാൻ കഴിയും. ഇപ്പോൾ 30,000 എടുത്ത ആൾ 1,500 തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ ലോൺ അപേക്ഷ ഉണ്ടാവുക. അപ്പോൾ ഈ ലോണ് അടച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 30,000 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 28,500 രൂപ ആകുന്ന സമയത്ത് ഈ 1,500 രൂപ അതിലേക്ക് കൂട്ടും. അങ്ങനെ അത് റൗണ്ടാക്കി 30,000 ആക്കും. അത്രയും നിങ്ങൾ വാങ്ങുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കടമായി തരുന്നൊരു പൈസയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ലോൺ കൊടുക്കുന്ന ആധാർ കാർഡ്, നിങ്ങളുടെ ലൊക്കേഷൻ, അതുപോലെ
നിങ്ങളുടെ ജാമ്യം നിൽക്കുന്ന ഒരാൾ ആധാർ കാർഡിൻ്റെ കോപ്പി, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, 2 ഫോട്ടോ, ആ വ്യക്തിൻ്റെ ഫോട്ടോ, പിന്നെ സൈൻ ചെയ്യലും ചെക്ക് മേടിക്കലൊക്കെ പൈസ തരുന്ന ദിവസമാണ്. അത് അവിടെ നേരിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കളക്ഷൻ പിരിക്കലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളിലായിട്ട് സ്റ്റാഫുകളെ നിയമിക്കാണ്ട്. നമ്മളെ ഉദ്ദേശം അതുമാത്രമല്ല, ഇത്ര അധികം സാമ്പത്തിക സഹായം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ധാരാളം പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തും. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ അതുവഴി സെയിലും നടക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജില്ലയിലും ആദ്യം നമ്മൾ 140 മണ്ഡലാടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇതിനൊരു ഓഫീസ് വരേണ്ടത്. അപ്പോൾ ഓഫീസ് വന്നുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ ആദ്യമായിട്ടൊരാൾ, ഈ സംഘടനയെക്കുറിച്ച് അറിയാത്ത ആൾ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആദ്യമായിട്ടൊരാൾ ആദ്യം തന്നെ വന്നിട്ട് ഒരു ലോണിനെ കുറിച്ച് അന്വേഷിക്കുക. ചേട്ടാ എനിക്കൊരു ലോണ് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയോട് പറയുകയാണ് നിങ്ങൾ സംഘടന ഉണ്ട്, അല്ലെങ്കിൽ അത് എടുക്കണം, മെമ്പർഷിപ്പ് എടുക്കണം, അങ്ങനെ പറയുമ്പോൾ വ്യക്തിക്ക് മനസ്സിലാവില്ല. ഇവിടെ മാസങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ആദ്യമായി വരുന്നൊരു വ്യക്തിനോട് ആദ്യം തന്നെ നമ്മൾ സംഘടന ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവില്ല. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സാവധാനം. അപ്പോൾ അതിനാണ് എല്ലാ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഓഫീസിൽ ഒരു സ്റ്റാഫോ 2 സ്റ്റാഫ് ഉണ്ടാകും. കളക്ഷൻ പിരിക്കാനും ഇതുപോലെ ലോണിന് സഹായം ചോദിച്ചു വരുന്ന ആളുകൾക്ക് അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ എല്ലാ സ്ഥാപനത്തിലും ഗോൾഡ് ലോൺ എന്നൊരു ഫെസിലിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ലോണിൻ്റെ കാര്യം, ഇത് നമ്മളൊരു ചെന്നൈൻ്റെ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിൽ ഡിലേ വരുത്തി, അത് നമ്മളെയും ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അടുത്ത മാസം മുതൽ പുതുതായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗ്രൂപ്പ് ലോണിന്. നമ്മൾ ആദ്യം തന്നെ ലോണ് കൊടുക്കില്ല. നമ്മൾ ആദ്യം ഗ്രൂപ്പെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും സ്റ്റാഫുകൾക്ക് പോയി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഇപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ ഓരോ ഭാഗത്തും 10 ഗ്രൂപ്പ് 20 ഗ്രൂപ്പ് ആയതിനു ശേഷം മാത്രമേ ലോണും കാര്യങ്ങളും കൊടുക്കുള്ളൂ. അത് ഒരേപോലെ ഓർഡറിൽ പോകാനും നമുക്കിപ്പോൾ ഈ സ്റ്റാഫിനെ വിടുമ്പോൾ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനും കാര്യങ്ങളാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ 4 നമ്പർ കണ്ടു കഴിഞ്ഞു. 2 സ്ക്രീനിൽ കണ്ടു, 1 വോയിസിൽ പറഞ്ഞു, വീണ്ടും 1 സ്ക്രീനിൽ കണ്ടു. അപ്പോൾ അടുത്ത നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത നമ്പർ പറയുന്നത് 820. അടുത്ത നമ്പർ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, 820. അപ്പോൾ ഇത്രയും നമ്പറുകൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ ഇത്രയും നമ്പറുകൾ നിങ്ങൾ സ്ക്രീനിലും കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായി വരുന്ന ആളുകൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോണ് പലിശ കാര്യങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് ആഴ്ചയിലോ മാസത്തിലോ ദിവസമോ നിങ്ങൾക്ക് അടക്കാം. നിങ്ങൾക്കിതിന് മുൻകൂട്ടി കൊടുക്കുന്ന തുക ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് അടക്കാൻ സാധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പറയും ലോണ് തരുമ്പോൾ പിടിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വേറൊന്നും കൊണ്ടല്ല, ഇത്രയും വിശ്വാസം ഇല്ലാത്തൊരു സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഒരു സഹായം ചോദിച്ച് വരരുത്. അതാണ് എനിക്ക് മാത്രം പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇത്ര വലിയ തുക തരുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചിട്ടായിരിക്കണം എന്നുള്ളത് കണ്ടീഷൻ വേണ്ടിയിട്ടാണ് അത് മുൻകൂട്ടി മേടിക്കുന്നത്. മനസ്സിലായില്ലേ? 2 സെയിമാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നാലും അവസാനം തന്നാലും ഒക്കെ സെയിം തന്നെ. പക്ഷേ നിങ്ങൾക്ക് അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പല ആളുകളും പറയുക ലോൺ തരുന്ന എമൗണ്ട് ഒന്ന് പിടിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്താൽ പോരാ. പക്ഷേ അത് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട, സംഘടനയിലേക്ക് വരും വേണ്ട, ഇതാക്കും വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മുൻകൂട്ടി ഇത് ചെയ്ത് എത്ര എമൗണ്ടാണ്, 5 ലക്ഷം വരെയുള്ള എമൗണ്ടുകൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് പറഞ്ഞ് വ്യക്തമാക്കി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ലോൺ സംബന്ധമായിട്ട്. അപ്പോൾ ഇതിനെല്ലാ ഭാഗത്തും നമ്മൾ ഈ ഗ്രൂപ്പ് ലോൺ തുടങ്ങുന്നത് എല്ലാ ഭാഗത്തും നമുക്ക് സ്റ്റാഫുകളായി കഴിഞ്ഞാലും അതേപോലെ ഓരോ യൂണിറ്റിലും ഓരോ സെക്കൻഡറിലും നമുക്കൊരു 10 എണ്ണം 20 എണ്ണം ഒക്കെ ഗ്രൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫുകളെ വിടാനും കളക്ഷൻ പിരിക്കാനൊക്കെ വളരെയധികം സുഖപ്രദമായിരിക്കും, അവരുടെ പൈസ മേടിക്കാനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ പറഞ്ഞ 5 നമ്പറും നിങ്ങൾ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അയക്കുമ്പോൾ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം എഴുതി അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമയം, അതിൻ്റെ ഉള്ളിൽ എല്ലാവരും എഴുതി അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.